ഹായ്, നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ അത് സോൾവ് ചെയ്യുന്നതിനെ പറ്റി തന്നെയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന മെത്തേഡ് അതാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇതാണ് മെത്തേഡിൻ്റെ പേര്. ഇതിൻ്റെ വേറെ പേര് ലഗ്രാഞ്ചസ് മെത്തേഡ് എന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ ഈ സെക്ഷനിൽ വീണ്ടും പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഓക്കെ, അതിനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു, മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഠിച്ചു. ആ മെത്തേഡിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എന്തായിരുന്നു, ഒരു കോൺസ്റ്റൻസ് ആയിരുന്നു, ശരിയല്ലേ. പിന്നെ അവിടുത്തെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അല്ലെങ്കിൽ പോളിനോമിയൽ, അല്ലെങ്കിൽ സൈൻ ഓർ കോസ്, അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇവരുടെ സം, ഈ ഒരു രീതിക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഈ മെത്തേഡ് കുറച്ചുകൂടി ജനറലൈസ്ഡ് മെത്തേഡാണ്. അതായത് ഇവിടെ പിയും ക്യൂവും കോൺസ്റ്റന്റ് ആകണമെന്നൊന്നുമില്ല. ഓക്കെ, അതേപോലെ ആറ് നമ്മൾ പറഞ്ഞ കണക്കൊന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ അതിനേക്കാളും കുറച്ചുകൂടി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാലും ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പറയുന്നതാണ്, we use this method to find a particular solution yp of the non-homogeneous equation y double dash pxy plus pxy dash plus qxy equal to rx. ശരിയല്ലേ, നമുക്ക് ആ yh കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടില്ല. ഓക്കെ, പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഈ yp എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കുക. കാരണം ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജനറൽ സൊല്യൂഷന്റെ ഫോം എന്താണ്, ആ y ഈക്വൽ ടു yh പ്ലസ് yp എന്നുള്ളതാണ്. ഈ yh കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ മെത്തേഡ്സ് പഠിച്ചു. പക്ഷേ ഈ yp കണ്ടുപിടിക്കാനാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്ത് വേണ്ടത്, കൂടുതൽ ടെക്നിക്സ് വേണ്ടത്. അതിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, പറയുന്നതാണ് ഫൈൻഡ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ yp ഓഫ് ദി നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. അത് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നറിയോ, ഫ്രം വൺ ഓഫ് ദ ജനറൽ സൊല്യൂഷൻ yhx ഈക്വൽ ടു z1y1x പ്ലസ് c2y2x ഓഫ് ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ. അതായത് പറയുന്നതാണ്, നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ c1y1x പ്ലസ് c2y2x എന്ന് പറയുന്നത്, അവിടെ നിന്ന് നമുക്ക് ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ we assume that the function px, qx and rx are continuous on some open interval I. ഈ കോഎഫിഷ്യന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ the solution yhx എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നൗ എന്താ നമ്മുടെ മെത്തേഡിന്റെ ടെക്നിക്സ്, അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ c1 ഉം c2നെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് അൺനോൺ ഫങ്ഷൻസ് ഉപയോഗിക്കും, ux എന്നും vx എന്നും. ഓക്കെ, and then treat it as a choice of yp. അപ്പൊ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ചോയ്സ്, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആക്ച്വലി എവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ yh നിന്ന് തന്നെയാണ്. yh നിന്ന് തന്നെ നമുക്ക് yp എത്താന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ yhന്റെ ജനറൽ ഫോം എന്താണ്, c1y1x പ്ലസ് c2y2x എന്നുള്ളതാണ് ജനറൽ ഫോം. അവിടുത്തെ c1നെയും c2നെയും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് uം v എന്നുള്ള രണ്ട് ഫംഗ്ഷൻ ആക്കി എടുക്കും. ഓക്കെ, എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, yp എന്ന്. അപ്പൊ നമ്മുടെ yp എന്തായി തീരും, uy1 പ്ലസ് vy2. uം v എന്താണ് ഇവിടെ ഫംഗ്ഷൻ ആണ്. ഇനി എന്താ ചെയ്യുക, നമ്മൾ എക്സ്ട്രാ ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്യും. നമ്മൾ അസ്യൂം ചെയ്യുന്ന എക്സ്ട്രാ കണ്ടീഷൻ ഇതാണ്, u ഡാഷ് y1 പ്ലസ് v ഡാഷ് y2 ഈക്വൽ ടു 0. ഓക്കെ, എന്നാണ് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിറ്റർമൈൻ u ആൻഡ് v ഇൻ എ സച്ച് എ വേ ദാറ്റ് u ഡാഷ് y1 പ്ലസ് v ഡാഷ് y2 ഈക്വൽ ടു 0. അപ്പൊ ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അസ്യൂം ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. എങ്കിലും ഒരു ജസ്റ്റ് ഒരു റൂട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യും. ഓക്കെ, ഈ yp ഡാഷ് അങ്ങനെയാണെങ്കിൽ എന്ത് വരും, yp ഡാഷ് yp ഇതാണല്ലോ yp. ഇവിടുന്ന് yp ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മളിപ്പം രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ടിടത്തും എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഓക്കെ, ഇത് ഈ vy2ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് v ഡാഷ് y2. നമ്മൾ u ഡാഷ് y1 പ്ലസ് v ഡാഷ് y2 എന്തായിട്ട് എടുത്തിട്ടുണ്ട്, 0. അപ്പം ഇതും കൂടെ സമ്മ് എടുത്ത് എന്താവും, 0. അപ്പം മിച്ചം എന്ത് മാത്രമേ വരുന്നുള്ളൂ,
യു വൈ വൺ ഡാഷ് പ്ലസ് വി വൈ ടു ഡാഷ്. അതാണ് പറയുന്നത് വൈ പി ഡാഷ് ഈക്വൽ യു വൈ വൺ ഡാഷ് പ്ലസ് വി വൈ ടു ഡാഷ്. സിമിലർലി വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി എന്താ നമ്മൾ വെച്ചാൽ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എവിടെ? നമ്മുടെ 2.40, അതായത് നമ്മുടെ നോൺ ഹോമോജീനിയസ് ഇക്വേഷനിലേക്ക് ഈ കിട്ടിയ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോണത് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാൻ പോണത് എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം റീഅറേഞ്ച് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലായല്ലോ, നമ്മൾ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും വൈ പി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ ഈ 2.40ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടും. യു ഓഫ് വൈ വൺ ഡബിൾ ഡാഷ് പി എക്സ് വൈ വൺ ഡാഷ് പ്ലസ് ക്യൂ എക്സ് വൈ വൺ പ്ലസ് വി ഓഫ് വൈ ടു ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ടു ഡാഷ് പ്ലസ് ക്യൂ എക്സ് വൈ ടു പ്ലസ് യു ഡാഷ് വൈ വൺ ഡാഷ് പ്ലസ് വി ഡാഷ് വൈ ടു ഈക്വൽ ടു ആർ എക്സ്. ഇനി വൈ വണ്ണും വൈ ടു നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയ സ്ഥിതിക്ക് ഈ പാരാന്തസിന്റെ അകത്ത് വരുന്ന ആൾക്കാർ എന്തായിപ്പോ? 0 ആയിപ്പോ. മിച്ചം നമുക്ക് എന്ത് കിട്ടും? യു ഡാഷ് വൈ വൺ ഡാഷ് പ്ലസ് വി ഡാഷ് വൈ ടു ഡാഷ് ഈക്വൽ ടു ആർ എക്സ് എന്ന് കിട്ടും. ഇപ്പൊ ആക്ച്വലി നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇതൊരു ഇക്വേഷൻ, ഓക്കെ, ഇതൊരു ഇക്വേഷൻ, വേറൊരു ഇക്വേഷൻ ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണല്ലോ നമ്മുടെ. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ നിങ്ങളുടെ താഴേക്ക് എഴുതി കഴിഞ്ഞാൽ എന്തോരും? യു ഡാഷ് വൈ വൺ പ്ലസ് വി ഡാഷ് വൈ ടു ഈക്വൽ ടു 0. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണ്? യു ഡാഷ് വൈ വൺ ഡാഷ് പ്ലസ് വി ഡാഷ് വൈ ടു ഡാഷ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു ഈ യു ഡാഷ് വി ഡാഷിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാ? വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ് ഇൻറ്റു ഇതിനെ നമുക്ക് ഒരു യു ഡാഷ് വി ഡാഷ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല, രണ്ടും ഒന്ന് തന്നെ. ഗുണിച്ച് അകത്തേക്ക് ഗുണിച്ച് നോക്കി, മെട്രിക്സ് ഗുണിച്ച് നോക്കി. വൈ വൺ യു ഡാഷ് പ്ലസ് വൈ ടു വി ഡാഷ്, അടുത്ത് വൈ വൺ ഡാഷ് യു ഡാഷ് പ്ലസ് വൈ ടു ഡാഷ് വി ഡാഷ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇത് നോക്കി, ഇത് ആക്ച്വലി ആരാണ്? ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്, അത് നമ്മൾ മെട്രിക്സ് ഫോമിലാക്കിയിരിക്കുന്നത്. ഇതിന് സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ നോൺ സീറോ ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? കാരണം നമ്മുടെ വൈ വൺ വൈ ടു എന്ന് പറയുന്നത് ബേസിസ് ഓഫ് സൊല്യൂഷൻ ആയ സ്ഥിതിക്ക് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ആക്ച്വലി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ റോങ് സ്കെയിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. വൈ വണ്ണും വൈ ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഈ റോങ് സ്കെയിൽ എന്തായിരിക്കത്തുള്ളൂ? നോൺ സീറോ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ വരും. അതാണ് പറയുന്നത് since the solution y1 y2 are linearly independent, their wrong skein is non-zero. That is, ഈ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? നോൺ സീറോ. അതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ യുണീക് സൊല്യൂഷൻ വാല്യൂ ആണ് യു ഡാഷ് ഈക്വൽ ടു ഇത്. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഇത് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന റൂളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, മെട്രിക്സ് തിയറിയിൽ പഠിക്കുന്നൊരു ഐഡിയ ആണ്. ഓക്കെ, എങ്കിൽ ഇവിടുന്ന് യു ഡാഷിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ 0 RX യു ഡാഷ്. ഓക്കെ, നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. യു ഡാഷ് ഇതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 RX ആരാണ്? നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ആളാണ് 0 RX. ഡിനോമിനേറ്റർ വരുന്ന മെട്രിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കാണല്ലോ, നമ്മുടെ റോങ് സ്കെയിൻ തന്നെയാണ്. ഈ രണ്ടിടത്തും ഡിനോമിനേറ്റർ വരുന്നത് നമ്മുടെ റോങ് സ്കെയിനാണ്. ന്യൂമറേറ്ററിൽ വരുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ന്യൂമറേറ്റർ വരുന്ന നമ്മൾ യു ഡാഷ് കണ്ടുപിടിക്കുന്നു. യു ഡാഷ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 RX. ഓക്കെ, പിന്നെ വരുന്നത് y2 ഡാഷ്. കാരണം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ y1 അല്ലേ കണ്ടുപിടിക്കാൻ പോണത്, യു ഡാഷ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ യു ഡാഷിന്റെ പ്ലേസിലുള്ള ആൾക്കാരെ മാറ്റിയിട്ട് ഈ 0 RX വെച്ചു, മറ്റതിന് മാറ്റമില്ല. അപ്പൊ ഇവിടെ വരാൻ പോണത് y2 ഡാഷ്, അതാണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു ക്രാമേഴ്സ് റൂൾ എന്നൊരു റൂളാണ്. അങ്ങനെയാണ് ഈ യു ഡാഷ് കിട്ടിയത്. ഇത് വന്നിരിക്കുന്നത് വി ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി. വി ഡാഷ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്നാണല്ലോ വി ഡാഷ്, ഇതിന്റെ താഴേക്കുള്ള ഭാഗത്ത് നിന്നാണല്ലോ വി ഡാഷ് ഇടുന്നത്. ഇതിനെ റീപ്ലേസ് ചെയ്ത് 0 RX ആക്കും. ഓക്കെ, അങ്ങനെയാണ്
അതെന്തായിത്തീരുന്നത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ y1 ഡാഷ് 0 rx 1. ഓക്കെ, ഇത് അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. യു ഡാഷ് ഈക്വൽ ടു ഇതിന്റെ ഡിറ്റർമിനന്റ് വെച്ചാൽ എന്ത് വരും? മൈനസ് ആർ എക്സ് y2 ഡിവൈഡ് ബൈ റോങ്സ്കിയെ. വി ഡാഷ് പിടിക്കുന്ന ഫോർമുല rx ബൈ y1 ഡിവൈഡ് ബൈ റോങ്സ്കിയെ. ഇവിടെ പറയുന്നത് ക്രാമേഴ്സ് റൂൾ. ഓക്കെ, അപ്പൊ നോക്കിയേ യു എങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും? യു ഡാഷ് ഇതാണെങ്കിൽ യു എന്ത് വരും? ഇന്റഗ്രൽ മൈനസ് y2 r ഡിവൈഡ് ബൈ w. വി എന്ത് വരും? ഇന്റഗ്രൽ y1 r ഡിവൈഡ് ബൈ w dx. അപ്പൊ യുവും വിയും കിട്ടി. എങ്കിൽ നമുക്ക് സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ സൊല്യൂഷൻ ആയിട്ട് ആരെ അസ്യൂം ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ? തുടക്കത്തിൽ നമ്മൾ സൊല്യൂഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് yp ഈക്വൽ ടു യു y1 പ്ലസ് വി y2. അപ്പം yp ഈക്വൽ ടു ആക്ച്വലി ആരാ? യു y1 പ്ലസ് വി y2. അതിൽ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഇന്റഗ്രൽ മൈനസ് y2 r ഡിവൈഡ് ബൈ റോങ്സ്കിയൻ dx. വി എന്ന് വെച്ചാൽ എന്ത് വരും? ഇന്റഗ്രൽ y1 r ഡിവൈഡ് ബൈ റോങ്സ്കിയൻ dx. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കാര്യം. ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മതി പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് എൻ്റെ തിയറി. ഇത് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം.